ഈ ധനമുള്ളവര്, ബലമുള്ളവര് ലോകവ്യാപകമായി ചെയ്തുകൊണ്ടിരിക്കുന്നതിനകത്ത് ഏറ്റവും വലിയ മിടുക്കരാണ് ഈ ഇസ്രയേലുകാർ. അവരത് ചെയ്ത് അതിന് ഇസ്രയേലി മാത്രമായിട്ട് നിൽക്കുന്ന ഒരു സംഭവമൊന്നും അല്ലത്. അവർക്ക് സാങ്കേതിക വിദ്യയിലുള്ള വികാസം സകല പണക്കാരെയും സഹായിക്കുന്നുണ്ട്. ഏറ്റവും വലിയ പണക്കാരായിട്ടുണ്ടായിരുന്ന ആദ്യം തൊട്ടേ വർഷങ്ങളായിട്ട് ഞാൻ ലോകവ്യാപകമായിട്ട് പണം കടം കൊടുത്തുണ്ടാക്കിയ ആ ബലത്തിനകത്താണ് ഈ ഇസ്രയേലുകാർ ലോകം ഉണ്ടാക്കിയിട്ടുള്ളത്. അവരുടെ ആയുധ നിർമ്മാണം എന്ന് പറയുന്നതും അവരുടെ ബാങ്കുകൾ എന്ന് പറയുന്നതും ലോക ബാങ്കിന് തന്നെ ഏറ്റവും കൂടുതൽ കാശ് കൊടുത്തിട്ടുള്ളത് ഈ ജൂതന്മാരാണ്. അപ്പൊ ഇതൊക്കെ നമ്മളിങ്ങനെ അറിയണം. ഇതിനകത്തെ തീവ്രവാദപരമായി നിൽക്കുന്ന ഒരു വിഭാഗമാണ് ഇസ്രയേലിലുള്ളത്. അവരെയാണ് സയോണിസ്റ്റുകൾ എന്ന് വിളിക്കുന്നത്. ഇതൊക്കെ നമ്മൾ വ്യത്യാസപ്പെട്ടെന്ന് അറിയണം. എല്ലാ ജൂതന്മാരും ഇങ്ങനെയാണെന്നുള്ളതൊന്നും അല്ല ഞാനീ പറയുന്നത്. പക്ഷെ അതിനകത്ത് ധനമുള്ള വലിയൊരു വിഭാഗമുണ്ട്. അവർക്ക് ലോകത്ത് മറ്റുള്ള ഒരു നിയമങ്ങളും ബാധകമാകാതെ എല്ലാവരുടെ മേളിൽ ആധിപത്യത്തോടെ പെരുമാറാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗമുണ്ട് അവർ. ഇത് ഇസ്രയേലുകാരിലുള്ളത് പോലെ തന്നെ അമേരിക്കയിലും ഉണ്ട്. അമേരിക്കയിലുള്ള ധനമുള്ളവരുണ്ട്. ഇതേപോലെ തന്നെ ഫ്രാൻസിലും ഉണ്ട്. ഇതേപോലെ തന്നെ ഇംഗ്ലണ്ടിലുണ്ട്, ഇന്ത്യയിലുണ്ട് ധനമുള്ള ഒരു വിഭാഗമുണ്ട്. ഇവരെല്ലാവരും കൂടെ ചേർന്ന് ലോകവ്യാപകമായി കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ ഉണ്ട്. അത് ഇതിനകത്ത് കൂട്ടിക്കൊഴിച്ച് നമ്മൾ മനസ്സിലാക്കാതിരുന്നാൽ മതി. പക്ഷെ അവരാണ് യഥാർത്ഥ ത്രെറ്റ്. ഈ പറയുന്ന ഇസ്രയേലുകാരുടെ കാര്യം നമ്മൾ പറയുമ്പോഴും, ഇംഗ്ലീഷുകാരുടെ കാര്യം പറയുമ്പോഴും, അമേരിക്കക്കാരുടെ കാര്യം പറയും, ഇന്ത്യക്കാരുടെ കാര്യം പറയുമ്പോഴും ധനമുള്ള 1% ആൾക്കാർ ലോകവ്യാപകമായി എല്ലാവരുടെയും മുകളിൽ ആധിപത്യത്തോടെ പെരുമാറുന്നിടത്തേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട്. എല്ലാ നിയമങ്ങളും തെറ്റിച്ച് ലോകവ്യാപകമായി നിയമമില്ലാത്ത പണ്ട് കാലത്ത് നമ്മൾ UN കൊണ്ടുണ്ടാക്കിയെടുത്ത ഒരു നിയമ വ്യവസ്ഥയുണ്ട്. അത് തകർത്ത് കളയുന്നിടത്തേക്കാണ് ഇന്ന് കാര്യങ്ങൾ നിൽക്കുന്നത്.